ഹലോ, എല്ലാവർക്കും ലിയോസ് ഫുഡ് ലാബിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള രുചിയോട് കൂടിയിട്ടുള്ള ഉപ്മാവാണ്. എല്ലാവർക്കും ഉപ്മാവ് അറിയാം, ഇതെനിക്കറിയാം. പക്ഷേ ഇതൊരു വ്യത്യസ്തമായൊരു രീതിയിലാണ്. അതിൻ്റെ പ്രിപ്പറേഷനിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഉപ്മാവ് ഉണ്ടാക്കുന്ന രീതി പെട്ടെന്നൊന്ന് കാണാം. അതിൽ മെയിനായിട്ട് വേണ്ടത് നമുക്ക് വറുത്ത റവയാണ്, അത് 1 കപ്പ് വേണം. പിന്നെ സവോള നൈസായിട്ട് അരിഞ്ഞത്, ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി, തേങ്ങ ചിരകിയത്, ബട്ടർ ഒരു 1/2 ടേബിൾ സ്പൂൺ, അതുപോലെ വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് ഉണ്ടാക്കുന്ന രീതി നോക്കാം. അപ്പോൾ അതിനായി നമ്മളെല്ലാം ഒരുക്കി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അത് ചൂടായതിനു ശേഷം അതിലേക്ക് കടുക് ചേർക്കുക. ഒരു 1/2 ടീസ്പൂൺ കടുക് പൊട്ടിക്കുക. ആ കടുക് പൊട്ടി വന്നതിന് ശേഷം ഇഞ്ചി ചേർക്കുക. എന്നിട്ട് പച്ചമുളക് ആഡ് ചെയ്യുക. നന്നായി സോട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ സവോള ആഡ് ചെയ്യുക. അത് നന്നായി സോട്ട് ചെയ്ത് ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ തന്നെ ക്യാരറ്റ്സ് ഇടുക. അതും ഇതേപോലെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അത് ലൈറ്റ് സോട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ തേങ്ങ ചിരകിയത് ആഡ് ചെയ്യുക. ആ തേങ്ങ ചിരകിയത് ഇതേപോലെ ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴേക്കും സോട്ട് ചെയ്ത് എന്നിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ ഒരു 1.25 കപ്പ് വെള്ളം ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഇതിലേക്ക് നമ്മൾ ബട്ടർ ആഡ് ചെയ്യുക. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒരു ചെറിയൊരു കഷ്ണമാണ് ഞാൻ ആഡ് ചെയ്തത്. അതിലേക്ക് തിളച്ച ഉടനെ ഈ വെള്ളം തിളയ്ക്കുമ്പോഴേക്കും നമ്മൾ കുറച്ചായിട്ട് വറുത്ത റവ ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ അതൊന്ന് ഇങ്ങനെ സോട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലേ ആ വെള്ളം വറ്റി വരുന്നതോടുകൂടി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അത് കിട്ടത്തുള്ളൂ. ഇത് കിട്ടിയാൽ നമ്മുടെ ഉപ്മാവ് റെഡി. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു കിടുക്കാച്ചി സംഭവമാണ്. ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഇതിനാവശ്യമുള്ള നമുക്ക് വേണമെങ്കിൽ കുറച്ച് കാഷ്യൂ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് അതിൻ്റെ ഫ്ലേവർ വരുമ്പോൾ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക. ലിയോസ് ഫുഡ് ലാബിലേക്ക് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാം. താങ്ക് യു.